6ാം ക്ലാസ്സിലെ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ ആദിമ മനുഷ്യനും സംസ്കാരങ്ങളും എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ചോദ്യോത്തരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ലെറ്റേഴ്സ് ഫ്രം ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബുക്കിൽ പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്, അതായത് ഹിസ്റ്റോറിക്കൽ റിമൈൻ എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇതിൽ പറയുന്നത് ദ സ്കൾ ഓഫ് ഏർലി മാൻ, അതായത് ആദിമ മനുഷ്യന്റെ തലയോടിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന സിറ്റിക്ക് അടുത്ത് നിന്നാണ് ഈ തലയോട് കിട്ടിയത് കേട്ടോ. ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലെ ഹൈഡൽബർഗ് സിറ്റിക്ക് സമീപത്ത് നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഏർലി ഹ്യൂമൻസ് അഥവാ ആദിമ മനുഷ്യരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് മനുഷ്യ ഫോസിലുകളാണ്, ഹ്യൂമൻ ഫോസിൽസ് ആണ്. അപ്പൊ ഏർലി മാൻ അഥവാ ആധുനിക മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന ഇമ്പോർട്ടന്റ് സോഴ്സ് അഥവാ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് മനുഷ്യ ഫോസിലുകളാണ്, ഹ്യൂമൻ ഫോസിൽസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഹ്യൂമൻ ഫോസിൽസ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ ഹിസ്റ്ററി ഓഫ് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ, അതായത് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെ ചരിത്രവും എവല്യൂഷൻ പരിണാമത്തെ കുറിച്ചും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിനായിട്ട് ചെയ്യുന്നത് സയന്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് ഫോസിൽസ്, അതായത് ഫോസിലുകളുടെ കാലപ്പഴക്കം ഏജ് സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അപ്പൊ മനുഷ്യരുടെ ഒറിജിനെ കുറിച്ചും എവല്യൂഷനെ കുറിച്ചും, അതായത് മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ചും പരിണാമത്തെ കുറിച്ചും എല്ലാം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഫോസിലുകളാണ്. ഇപ്പൊ ഫോസിലുകൾ ഉപയോഗിച്ച് അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയന്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് ഫോസിൽസ്, അതായത് ഫോസിലുകളുടെ ഏജ് കാലപ്പഴക്കം സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ശാസ്ത്രീയമായിട്ട് നിർണയിച്ചിട്ടാണ് ഇത് സാധ്യമാകുന്നത്. അപ്പൊ മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിൻ ആണ്. അപ്പൊ ആദ്യമായിട്ട് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് അതായത് ഉത്ഭവത്തെക്കുറിച്ച് ആദ്യമായിട്ടൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിൻ ആണ്. അദ്ദേഹം ഈ തിയറിക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എവല്യൂഷൻ തിയറി അഥവാ പരിണാമ സിദ്ധാന്തം. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ കാഴ്ചപ്പാട് വരുന്ന തിയറിക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എവല്യൂഷൻ തിയറി അഥവാ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പരിണാമ സിദ്ധാന്തം? അതായത് ഈ പരിണാമ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ബുക്കിലാണ് കേട്ടോ. അതായത് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ബുക്കിലാണ് ഈ ഒരു എവല്യൂഷൻ തിയറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് 1859 ചാൾസ് ഡാർവിൻ പബ്ലിഷ് ചെയ്ത ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ബുക്കിലാണ് ഈ ഒരു എവല്യൂഷൻ തിയറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ തിയറിയിൽ പറയുന്നത്? ദീർഘകാലം കൊണ്ട്, അതായത് ലോങ് പീരീഡ് ഓഫ് ടൈം, അതായത് കാലപ്പഴക്കം കുറെ വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് ഓർഗാനിക് ചേഞ്ചസിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ തിയറി അഥവാ പരിണാമ സിദ്ധാന്തം പറയുന്നത് ഇങ്ങനെയാണ്: Humans have originated through organic changes that took place over a long period of time. അതായത് ലോങ് പീരീഡ് ഓഫ് ടൈം, ദീർഘകാലം കൊണ്ട് സംഭവിച്ച ഓർഗാനിക് ചേഞ്ചസ്, ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം, ഹ്യൂമൻ ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, മനുഷ്യർ ഉത്ഭവിച്ചിരിക്കുന്നത് എന്നാണ് ചാൾസ് ഡാർവിൻ അഭിപ്രായപ്പെട്ടത്.
അദ്ദേഹത്തിന്റെ ഈ തിയറിയാണ് എവല്യൂഷൻ തിയറി അഥവാ പരിണാമ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ മനുഷ്യരുടെ ഒരു പരിണാമ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദിമ മനുഷ്യർ അതായത് ആദ്യകാല മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഭൂമിയിൽ മനുഷ്യൻ സാധ്യമായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൽ തന്നെ പെട്ട ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് പ്രൈമേറ്റുകളാണ്. അതായത് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് മാമൽസ് അഥവാ സസ്തനികളിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ. മാമൽസ് അഥവാ സസ്തനികളിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രൈമേറ്റ്സിൽ നിന്നാണ് മനുഷ്യന്റെ ഒരു പരിണാമം ആരംഭിക്കുന്നത്. അപ്പൊ ഹ്യൂമൻസ് എവല്യൂഷൻ അഥവാ മനുഷ്യന്റെ പരിണാമം എന്ന് പറയുന്നത് പ്രൈമേറ്റ്സിൽ നിന്നാണെന്ന് പറഞ്ഞു. പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് കാറ്റഗറി ഓഫ് മാമൽസിന്റെ ഒരു കാറ്റഗറിയാണ് ഇത് പ്രൈമേറ്റ് എന്ന് പറയുന്നത്. പ്രൈമേറ്റുകളെ തുടർന്നാണ് ഹോമിനോയിഡുകൾ വരുന്നത്. അപ്പൊ ഹോമിനോയിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാക്ക്ഡ് ഓൺ 4 legs, അതായത് അവർക്ക് 4 കാലിൽ നടക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഹോമിനോയിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് 4 കാലിൽ നടക്കാനായിട്ട് പറ്റുമായിരുന്നു. അതിനെ തുടർന്നാണ് ഹോമിനിഡ്സ് വരുന്നത്. അപ്പൊ അതിനുശേഷം വരുന്നതാണ് ഹോമിനിഡ്സ്. ഹോമിനിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് 2 കാലിൽ നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. വാക്ക്ഡ് ഓൺ 2 legs, അവർക്ക് 2 കാലിൽ നടക്കാൻ പറ്റുന്നു. ഈ ഹോമിനോയിഡ്സിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. ഇപ്പൊ ഹോമിനിഡ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. ഈ ഹോമോയെ തന്നെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത് ടൂൾ മേക്കേഴ്സ് ആണ്, അതായത് ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നവരാണ് ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത്. ഹോമോ ഇറക്ടസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് അപ്രൈറ്റ് ഹ്യൂമൻസ് ആണ്, അതായത് അവർക്ക് നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ, അതായത് മനുഷ്യർ കുറെ കാലങ്ങൾക്ക് ശേഷം അവർക്ക് നിവർന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് വൈസ് ഓർ തിങ്കിങ് മാൻ ആണ്, അതായത് ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യർ ഉൾപ്പെടുന്നത് ഹോമോ സാപ്പിയൻസിലാണ്. അപ്പൊ മനുഷ്യർ ഉൾപ്പെടുന്നത് ഹോമോ സാപ്പിയൻസിലാണ്. അപ്പോ ഇപ്പൊ നമ്മള് മനുഷ്യരുടെ വിവിധ വികാസങ്ങളെ പറ്റിയാണ് പഠിച്ചത്. ഇനി അവരുടെ ആ ഒരു താമസ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ശിലായുഗം അഥവാ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യരുടെ ജീവിത രീതിയെ കുറിച്ച് ആദ്യകാല മനുഷ്യരുടെ ജീവിത രീതികളെ സ്റ്റോൺ ഏജസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റോൺ ഏജസിൽ നിന്നാണ് അവരുടെ പ്രത്യേകതകളും ജീവിത രീതികളും എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി മനുഷ്യ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാല മനുഷ്യർ താമസിച്ചിട്ടുണ്ടായിരുന്നത് കാടുകളിലായിരുന്നു, ഫോറസ്റ്റുകളിൽ. ആദ്യകാല മനുഷ്യർ താമസിച്ചിരുന്നത് ഫോറസ്റ്റുകളിലായിരുന്നു. അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ഒക്കെയാണ് അവര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഗാദറിങ്ങും ഹണ്ടിങ്ങും ഒക്കെ ആയിരുന്നു അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന് കിട്ടിയിരുന്ന റഫ് സ്റ്റോൺസ്, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അവര് ആയുധങ്ങളും മറ്റും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്നാണ്. അതായത് റഫ് സ്റ്റോൺസ് ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങളും മറ്റും ഉണ്ടാക്കിയിരുന്ന ആ ഒരു കാലഘട്ടമാണ് ശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ശിലായുഗം എന്ന് പറയുന്നത് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് വെപ്പൺസും മറ്റും ഉണ്ടാക്കിയിരുന്ന, അത് ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് ശിലായുഗം എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റോൺ ഏജിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ഇപ്പൊ സ്റ്റോൺ ഏജിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. അതായത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം.
ശിലായുഗത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യത്തേത് പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്. ഇപ്പൊ എന്തൊക്കെയാണ് പാലിയോലിത്തിക് ഏജിന്റെ പ്രത്യേകതകൾ? ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോണേജിന്റെ ഫസ്റ്റ് ഫേസ് അഥവാ ആദ്യഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. സ്റ്റോണേജിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഏത്? പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവര് റഫ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആയുധങ്ങളും മറ്റും ഉണ്ടാക്കാനായിട്ട് റഫ് സ്റ്റോൺ, അതായത് പരുക്കൻ ശിലകളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാദറിംഗ് ആൻഡ് ഹണ്ടിങ് ആയിരുന്നു. അതായത് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ശേഖരണവും വേട്ടയാടലുമായിരുന്നു. അതായത് മാംസങ്ങൾക്ക് വേണ്ടിയിട്ട്, മീറ്റിന് വേണ്ടിയിട്ട് അവര് മൃഗങ്ങളെ വേട്ടയാടുകയും കാട്ടിൽ നിന്നുള്ള കായ്കനികൾ മറ്റും ശേഖരിച്ചിട്ടാണ് അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് ഗാദറിംഗ് ആൻഡ് ഹണ്ടിങ് ആയിരുന്നു. അടുത്തതാണ് മിസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം എന്ന് പറയുന്നത്. അപ്പൊ എന്തെല്ലാമായിരുന്നു മിസോലിത്തിക് ഏജിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം. ഇവര് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സൂക്ഷ്മമായിട്ടുള്ള ശിലാ ഉപകരണങ്ങളാണ് അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സ്മോളർ ഫൈൻ ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ്, കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള ശിലാ ഉപകരണങ്ങളാണ് അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എഡിബിൾ ഗ്രാസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്, അതായത് ഫുഡിനായിട്ട് എഡിബിൾ ഗ്രാസും ഫിഷും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുല്ലിനങ്ങൾ, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എഡിബിൾ ഗ്രാസ് എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുല്ലിനങ്ങൾ, ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും പിന്നെ ഫിഷ്, മത്സ്യവും ഒക്കെ ഇവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അനിമൽ സ്കിൻ, അതേപോലെ തന്നെ ബാർക്ക് ഓഫ് ട്രീസ്, ലീവ്സ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിമൽ സ്കിൻ, അതായത് മൃഗത്തിന്റെ തോല്, മൃഗത്തിന്റെ തോല്, പിന്നെ ബാർക്ക് ഓഫ് ട്രീസ്, മരത്തിന്റെ തോല്, പിന്നെ ലീവ്സ്, ഇലകള്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാമാണ് മിസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗ മനുഷ്യരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗ മനുഷ്യർ കേട്ടോ. നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം. അപ്പൊ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിഫൈനഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കുറച്ചുകൂടി പരിഷ്കരിക്കപ്പെട്ടതും അതേപോലെ തന്നെ മിനുസമുള്ളതുമായി പോളിഷ് ചെയ്തതുമായിട്ടുള്ള സ്റ്റോൺ ടൂൾസ്, അതായത് ശിലായുധങ്ങളാണ് അവർ, അല്ലെങ്കിൽ കല്ലുപകരണങ്ങളാണ് അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് അവര് അഗ്രികൾച്ചറൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്, കൃഷി ആരംഭിച്ചു എന്നുള്ളത്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു, കൃഷി ആരംഭിച്ചു എന്നുള്ളത്. അപ്പൊ കൃഷി ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? അതായത് നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? കൃഷി ആരംഭിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇൻവെന്റഡ് വീൽ, അതായത് ചക്രത്തിന്റെ കണ്ടുപിടുത്തം. അപ്പൊ ചക്രം കണ്ടുപിടിച്ചത് ഈ ഒരു പീരീഡിലാണ്. ഇനി അതേപോലെ തന്നെ സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി, അതായത് മൺപാത്രം. അപ്പൊ മൺപാത്ര നിർമ്മാണം, അതായത് മേക്കിംഗ് പോട്ടറി, മൺപാത്രം നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗത്തിന്റെ എടുത്തു പറയേണ്ടുന്ന രണ്ട് ഫീച്ചേഴ്സ് ആണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും ഇൻവെന്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി, കൃഷി ആരംഭിച്ചു എന്നുള്ളതും അതേപോലെ തന്നെ ചക്രത്തിന്റെ കണ്ടുപിടുത്തവും പിന്നെ എന്താണ് മൺപാത്ര നിർമ്മാണം ആരംഭിച്ചതുമെല്ലാം ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ ആദ്യമായി കൃഷി ആരംഭിച്ചത് എന്ന്, അല്ലെ? അപ്പൊ ഈ ഒരു കൃഷിയുടെ ആരംഭം, അതായത് കൃഷി ആരംഭിച്ചതോടുകൂടി മനുഷ്യർക്ക് ഒരു പെർമനന്റ് സെറ്റിൽമെന്റ്, അതായത് ഒരു സ്ഥിര താമസം അനിവാര്യമായിട്ട് വന്നു. അപ്പൊ എന്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചതോടുകൂടി മനുഷ്യർക്ക് പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ സ്ഥിര താമസം
അനിവാര്യമായിട്ട് വന്നത്. അതായത് ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കേണ്ടുന്ന ഒരു ആവശ്യകത വന്നത് എന്തുകൊണ്ടാണ്? അതായത് അവർക്ക് കൃഷി ആരംഭിച്ചതോടുകൂടി കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് അവർക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൃഷിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അത് കൃഷി പരിപാലിക്കാനും അതേപോലെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാനും, അതായത് വൈൽഡ് ആനിമൽസിൽ നിന്ന് ഫാമിനെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടും വന്നു. അപ്പൊ അതിനെന്ത് വേണം? അവിടെ ആ കൃഷിയിടത്തിനടുത്ത് തന്നെ അവർക്ക് താമസിക്കണം. അപ്പോ എന്തിനൊക്കെ ആയിരുന്നു? കൃഷി മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് വൈൽഡ് ആനിമൽസിൽ നിന്ന് ഫാമിനെ പ്രൊട്ടക്ട് ചെയ്യാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും ഒക്കെ ആയിട്ടാണ് അവർക്ക് അവിടെ തന്നെ താമസിക്കേണ്ടതായിട്ട് വന്നത്. പിന്നെ ഇവര് കൃഷി ആരംഭിച്ചതോടുകൂടി ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. അതായത് മൃഗപരിപാലനം അവര് ആരംഭിച്ചു. ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തുക, അതായത് മൃഗപരിപാലനം അവരെ ആരംഭിച്ചു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് മനുഷ്യർക്ക് ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ സ്ഥിര താമസം അനിവാര്യമായിട്ട് വന്നത്. അപ്പൊ ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ സ്ഥിര താമസം മനുഷ്യരിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? Then it began to be built, അതായത് അവര് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. അപ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റ് അനിവാര്യമായതോടുകൂടി അവർക്ക് താമസിക്കാനായിട്ട് സ്ഥലങ്ങൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? നിർമ്മിക്കാനായിട്ട് തുടങ്ങി. People began to interact more with each other and marked the beginning of organized social life. അപ്പൊ ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഒരു ഇന്ററാക്ഷൻ, അതായത് കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും അങ്ങനെ അവർക്കൊരു ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, അതിന്റെ ഒരു ബിഗിനിങ് ഉണ്ടാവുകയും ചെയ്തു. അതായത് സംഘടിതമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അത് മനുഷ്യർ കൂട്ടമായി താമസിക്കാനുള്ള ആ ഒരു സാഹചര്യം അവിടെ വന്നു ചേർന്നു. സെറ്റിൽമെന്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെന്റേഴ്സ്. ഈ ഒരു സെറ്റിൽമെന്റ്സ്, അതായത് ഈ ഒരു സ്ഥിരവാസ കേന്ദ്രങ്ങള് പിന്നീട് എന്തായിട്ട്? വില്ലേജസ് ആയിട്ടും അർബൻ സെന്റേഴ്സ് ആയിട്ടും മാറി. അതായത് ഗ്രാമങ്ങളായിട്ടും നഗരങ്ങളായിട്ടും വികാസം പ്രാപിച്ചു. അപ്പോ മനുഷ്യർ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് ആരംഭിച്ചതോടുകൂടി എന്തെല്ലാമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ അവരെന്താണ്? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. അവർക്ക് താമസിക്കാനായിട്ടുള്ള വാസസ്ഥലങ്ങളെല്ലാം അവര് നിർമ്മിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ ആ പ്രദേശത്ത് കുറെ ആളുകളായപ്പോൾ ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും അങ്ങനെ ഒരു സാമൂഹിക ജീവിതത്തിന് അവിടെ തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ സ്ഥിരവാസ കേന്ദ്രങ്ങൾ പിന്നീട് ഗ്രാമങ്ങളായിട്ടും അതേപോലെ തന്നെ അർബൻ സെന്റേഴ്സ് ആയിട്ട്, അതായത് നഗരങ്ങളായിട്ടും പിന്നീട് എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്ത് വന്നു. ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് മനുഷ്യർ സ്റ്റോൺ ഏജിൽ നിന്നും മെറ്റൽ ഏജിലേക്ക് മാറിയ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. അതായത് മനുഷ്യർ ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്ക് മാറിയ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ എന്ന് പറയുന്നത് ചെമ്പായിരുന്നു, അഥവാ കോപ്പർ. ചെമ്പ് അഥവാ കോപ്പർ. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം എന്ന് പറയുന്നത് ചെമ്പ് അഥവാ കോപ്പർ ആയിരുന്നു. മനുഷ്യർ ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം അഥവാ മെറ്റൽ ഏജ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ മനുഷ്യർ മെറ്റൽ കൊണ്ട് ടൂൾസും വെപ്പൺസും ഒക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് മെറ്റൽ ഏജ് അഥവാ ലോഹയുഗം എന്ന് പറയുന്നത്. മനുഷ്യർ ആദ്യം കണ്ടെത്തിയ മെറ്റൽ കോപ്പർ അഥവാ ചെമ്പാണെന്ന് പറഞ്ഞു അല്ലെ. ഈ ചെമ്പ് ഹാർഡ് അല്ലാത്ത മെറ്റലാണ്, അതായത് അത് കാഠിന്യമില്ലാത്ത, ഉറപ്പില്ലാത്ത മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് അവർക്ക് മണ്ണിൽ കിളയ്ക്കാനോ അല്ലെങ്കിൽ വെട്ടാനോ മുറിക്കാനോ ഒക്കെ ആയുധങ്ങൾ ഉണ്ടാക്കിയാൽ അതെന്ത് ചെയ്യും? പൊട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഹാർഡ്നെസ് വരുത്താനായിട്ട് ഈ കോപ്പറിന്റെ കൂടെ ടിന്നും കൂടെ ചേർത്തുകൊണ്ട് അവരൊരു അലോയ് ഉണ്ടാക്കി. ആ അലോയ് ആണ് ബ്രോൺസ് അഥവാ വെങ്കലം എന്ന പേരിൽ അറിയപ്പെട്ടത്. അതായത് കോപ്പറിന്റെ കൂടെ ടിന്നും കൂടെ ചേർത്ത് പുതിയൊരു അലോയ് ഉണ്ടാക്കി, പുതിയൊരു ലോഹസങ്കരം ഉണ്ടാക്കി. ഇതാണ് ഏത്? ബ്രോൺസ് അഥവാ വെങ്കലം. അപ്പൊ പിന്നീട് മനുഷ്യർ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഈ ബ്രോൺസ് ഉപയോഗിച്ചിട്ടാണ്.
അതുകൊണ്ട് തന്നെ ഈ ഏജ് ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്? ബ്രോൺസ് ഏജ് അഥവാ വെങ്കലയുഗം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ബ്രോൺസ് കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് നോക്കാം. അതായത് ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. അതായത് അഗ്രികൾച്ചറൽ ലാൻഡ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഈ ബ്രോൺസ് ടൂൾസ് ഹെൽപ്പ് ചെയ്തു. അഗ്രികൾച്ചറൽ ലാൻഡ് എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുക. അതായത് കൃഷിയിടങ്ങൾ കുറച്ചുകൂടി വലുതാക്കി എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോൾ അവർക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും എന്തായി? ഇൻക്രീസ് ആയി. അതായത് ഇങ്ങനെ ധാരാളം കൃഷിയിടങ്ങൾ കിട്ടിയപ്പോൾ അവർക്ക് എന്താണ്? ധാരാളമായിട്ട് അവിടെ കൃഷി നടത്താനും അതിൽ നിന്ന് കുറെ വിളവെടുക്കാനും എല്ലാം അവർക്ക് സാധിച്ചു. അപ്പൊ ഇങ്ങനെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്തെടുത്ത സാധനങ്ങൾ എന്ത് ചെയ്യണം? വിറ്റ് തീർക്കണം അല്ലെ? അപ്പൊ അതിന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് എന്താണ്? ഒരു സെന്റേഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്തു വന്നു. ഇതൊക്കെ വിറ്റ് തീർക്കാനായിട്ട് സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്തു വന്നു. ഇതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ ആയിട്ട് മാറിയത്. അപ്പൊ ഇത്തരം ചേഞ്ചസ് ഒക്കെയാണ് ബ്രോൺസിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി മനുഷ്യരുടെ ജീവിതത്തിൽ വന്നത്. അതായത് അവര് കൂടുതൽ, അതായത് ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ ടൂൾസ് ഉപയോഗിച്ചിട്ട്, വെപ്പൺസ് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തു? കുറെ കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ കൃഷിയിടങ്ങളുടെ വിസ്താരം വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് കൂടുതൽ സാധനങ്ങൾ കൃഷി ചെയ്യാൻ സാധിച്ചു. അങ്ങനെ കൂടുതൽ സാധനങ്ങൾ കൃഷി ചെയ്ത് കിട്ടിയപ്പോൾ അവർക്കത് എന്ത് ചെയ്യണം? വിൽക്കേണ്ടി വന്നു അല്ലെ? അപ്പൊ വിൽക്കാനായിട്ട് അവരെന്താണ്? സെന്റേഴ്സ് ആരംഭിച്ചു. ആ സെന്റേഴ്സ് ആണ് പിന്നീട് എന്തായിട്ട് മാറിയത്? സിറ്റീസും ടൗൺസും ഒക്കെ ആയിട്ട് മാറിയത്. ഇനി ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് ബ്രോൺസ് ഏജിൽ ഡെവലപ്പ് ചെയ്ത് വന്ന സിവിലൈസേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ 6ാം ക്ലാസ്സിലെ ഓൾ സബ്ജക്റ്റിന്റെ വീഡിയോ ക്ലാസ്സുകൾ ഈ ചാനലിൽ ലഭ്യമാണ്. അപ്പൊ അതിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോ ക്ലാസ്സുകളും ലഭ്യമായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.